5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. നിലമ്പൂരിൽ ഒരു അനവസരത്തിലൊരു തെരഞ്ഞെടുപ്പ് കയറി വന്നിട്ടുണ്ട്. യാതൊരു കാര്യമില്ല, ഒരു വർഷത്തിന് താഴെ സമയമുള്ള അല്ലെങ്കിൽ ഒരു വർഷം സമയമുള്ള സമയത്ത് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ആവശ്യകതയില്ല. പക്ഷേ എങ്കിലും നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥയിൽ അത് വന്നു, അതവിടെ നിൽക്കട്ടെ. ഒരു വർഷം കഴിയുമ്പോൾ നമ്മുടെ ഈ വർഷം അവസാനം തന്നെ ഇത് വരും, പഞ്ചായത്ത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് വരും, അത് കഴിഞ്ഞ് അസംബ്ലി തിരഞ്ഞെടുപ്പ് വരും. ഈ രണ്ട് തിരഞ്ഞെടുപ്പിലേക്കും സ്വാഭാവികമായിട്ടും അതിൻ്റെ രാഷ്ട്രീയ വിശകലനം എന്ന പൊളിറ്റിക്കൽ അനാലിസിസ് നടത്തുവാനുള്ള സമയമായിട്ടില്ല. ഇനി ആകുന്നതേ ഉള്ളൂ. എല്ലാ ചാനലുകളും പത്രങ്ങളും സോഷ്യൽ മീഡിയയൊക്കെ അത് നടത്താൻ പോകുന്നുണ്ട്. എന്നാലും വളരെ മുൻകൂട്ടി ചില കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. ഇപ്പോൾ നടക്കുന്ന നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ഒരു സെമി ഫൈനലാണ് എന്ന് എല്ലാവരും പറയുന്നുണ്ട്. അങ്ങനെ ഒരു സെമി ഫൈനലാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇവിടെ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ എല്ലാവരും ജയിച്ചു കൊള്ളണമെന്നില്ല. എന്താണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെയും അതുപോലെ തന്നെ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥിതി, നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥിതി വരാൻ പോകുന്നത്? നിലവിലെ ഒരു പൊസിഷൻ അറിഞ്ഞുകൊണ്ട് നമുക്ക് നീങ്ങുന്നത് നന്നായിരിക്കും. ഏകദേശം 100 സീറ്റിനടുപ്പിച്ച് 100ഓളം സീറ്റ് CPM നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട്. അതിൽ 62 സീറ്റ് തന്നെ CPM-ന് ഒറ്റയ്ക്കുണ്ട്. പിന്നെ 10-17 സീറ്റ് CPI-ക്കുണ്ട്. പിന്നെ മാണി കോൺഗ്രസിന് 5 സീറ്റുണ്ട്. പിന്നെ മറ്റ് സീറ്റുകളെല്ലാം അവിടെ അങ്ങനെ ഒരു 100ഓളം സീറ്റ് കോൺഗ്രസ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട്. അപ്പുറത്താണെങ്കിൽ 40 സീറ്റുണ്ട്. അതിൽ 21 സീറ്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനാണ്, 15 സീറ്റ് ലീഗിനുണ്ട്. പിന്നെ ബാക്കി ഘടകകക്ഷികൾ എല്ലാം ഉണ്ട്. കേരള കോൺഗ്രസ് തൊടുപുഴ ജോസഫ് സാറുണ്ട്. അങ്ങനെ പല കക്ഷികളുമെല്ലാം അങ്ങനെ 40 സീറ്റുണ്ട്. പക്ഷേ ഇവിടെ പ്രധാനമായ കാര്യം, അതുപോലെ മോൻസ് ജോസഫ് ഉണ്ട്, കടുത്തുരുത്തി മോൻസ് ജോസഫ് ഉണ്ട്, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, വരുന്ന തെരഞ്ഞെടുപ്പിൽ അവിടെ നിന്ന് നമുക്ക് തദ്ദേശ ഭരണത്തിലേക്ക് വരാം. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിക്കുക? പഴയതുപോലെ 21 സീറ്റ് വരെ പിടിച്ചിട്ടുള്ള കാലമുണ്ട്. 18 സീറ്റ് വരെ പിടിച്ച, മിനിമം 18 സീറ്റെങ്കിലും പിടിച്ച കാലം നമ്മുടെ ലീഗിനെ സംബന്ധിച്ചുണ്ട്. അപ്പോൾ 18 സീറ്റ് പിടിച്ചിട്ടുള്ള ലീഗ് എല്ലാ സീറ്റും പിടിക്കുമോ? അങ്ങനെയാണെങ്കിൽ അവർക്ക് നഷ്ടപ്പെട്ടു പോയ സീറ്റുകൾ കൂടി അവർ പിടിച്ച് മലപ്പുറവും കോഴിക്കോടും അവരുടെ സീറ്റുകളെല്ലാം അവർ നിലനിർത്തിയാൽ ലീഗിന് അപ്രമാദിത്വം കിട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ലീഗ് നന്നായി പെർഫോം ചെയ്യും. അതുപോലെ കേരള കോൺഗ്രസിൻ്റെ സീറ്റുകൾ അവർ കുറേ കൂടി മെച്ചപ്പെടുത്തുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതും നില മെച്ചപ്പെടും. പിന്നെ വരുന്നത് കോൺഗ്രസും മറ്റ് കക്ഷികളുമൊക്കെയാണ്. RSP കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് അവിടെ സീറ്റ് കിട്ടിയില്ല. പക്ഷേ ഇപ്രാവശ്യം അവിടെ സീറ്റ് കിട്ടാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതുപോലെ തന്നെ CP ജോൺ നേരത്തെ മത്സരിച്ച് തോറ്റ ആളാണ്. പക്ഷേ CP ജോണിനൊരു സാധ്യത ഇപ്രാവശ്യം കാണുന്നുണ്ട്. അദ്ദേഹം മന്ത്രിയാകാനുള്ള സാധ്യതയും, UDF വരികയാണെങ്കിൽ അദ്ദേഹം മന്ത്രി വരെ ആകാനുള്ള സാധ്യത, നേരത്തെ പ്ലാനിംഗ് ബോർഡ് മെമ്പറായിരുന്നു. അങ്ങനെ CP ജോൺ നല്ലൊരു കാൻഡിഡേറ്റ് ആയിട്ട് ഇപ്പോൾ മിക്കവാറും എവിടെയെങ്കിലും നിന്ന് ജയിക്കാൻ സാധ്യതയുണ്ട്. രമ വീണ്ടും അവിടെ മത്സരിച്ചാൽ ജയിക്കാൻ സാധ്യതയുണ്ട്. രമ ചിലപ്പോൾ മിനിസ്റ്ററിയൽ ഷിപ്പിലേക്കും ചിലപ്പോൾ വന്നാലും അത്ഭുതമില്ല. കാരണം അങ്ങനെ പല ഘടകങ്ങളുണ്ടല്ലോ, ഒരുപാട് ഘടകങ്ങൾ നോക്കുമ്പോൾ വന്നേക്കാം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ UDF-ന്റെ ഒരു അപ്പർ ഹാൻഡ് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഞാൻ ഈ പറഞ്ഞതായിരിക്കും സംഭവിക്കുക. പക്ഷേ അപ്പോഴും വേറൊരു പ്രശ്നമുണ്ട്. 21% സീറ്റ്, 20%-ത്തിൽ കൂടുതൽ സീറ്റ് പിടിച്ച് നിൽക്കുന്ന BJP ഇവിടെ ഉണ്ട്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഇടയിലും മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഇടയിലും നന്നായി ഹോംവർക്ക് ചെയ്തുകൊണ്ട് ഇറങ്ങുകയാണ്. അത് എങ്ങനെയാണ് ഗുണം ചെയ്യുക എന്ന് നോക്കാൻ നമുക്കറിയില്ല. തൃശ്ശൂർ സുരേഷ് ഗോപി പിടിച്ചതുപോലെ ഒരു 4-5 സീറ്റൊക്കെ ചിലപ്പോൾ BJP പിടിക്കുകയാണെങ്കിൽ വീണ്ടും കോൺഗ്രസിൻ്റെ നില പരിങ്ങളിലാകും. അതുപോലെ തന്നെ CPM, അത് പക്ഷേ വേറൊരു പ്രശ്നമുണ്ട്. അപ്പോഴും വേറൊരു അനാലിസിസ് കൂടിയുണ്ട്. മുൻകാലങ്ങളിലാണെങ്കിൽ CPM-ൻ്റെ ആളുകൾ പോയാൽ ഒന്നുകിൽ അവർ വോട്ട് ചെയ്യാൻ പോകില്ല, അല്ലെ പോയാൽ അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിനും അരിവാൾ ചുറ്റിക്കല്ലാതെ വേറെ ആർക്കും അവർ വോട്ട് ചെയ്യില്ല. താമരയ്ക്കുന്നവർ വോട്ട് ചെയ്യില്ല. തിരിച്ചും അങ്ങനെ തന്നെയാണ്. BJP-ക്കാർ പോയാൽ ഒരിക്കലും കമ്മ്യൂണിസ്റ്റുകാർക്ക് വോട്ട് ചെയ്യില്ല, അന്തർധാരകളൊക്കെ ഉണ്ടെങ്കിലും. പക്ഷേ ഇപ്പോൾ ആ കാലം മാറി. തീർച്ചയായും ഏത് ചിഹ്നത്തിലും വോട്ട് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. കാലം അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയ പാർട്ടി മാറുന്നതിലും മറ്റ് തടസ്സങ്ങളൊന്നുമില്ല. ഏത് പാർട്ടിയിൽ പെടുന്നവരും ഏത് പാർട്ടിയിലേക്ക് മാറുന്നൊരു കാലമാണ്. അപ്പോൾ BJP വളരെ ശക്തമായി നിന്നാൽ BJP എത്ര വോട്ട് പിടിക്കും എന്നതിനനുസരിച്ചായിരിക്കും ഭരണം ആര് വരും എന്ന് നിശ്ചയിക്കപ്പെടുക. കാരണം BJP കോൺഗ്രസിൻ്റെ വോട്ടുകളാണ് BJPക്ക് പരമ്പരാഗത വോട്ടുകൾ കൊണ്ടുപോവുകയാണെങ്കിൽ ലീഗിൻ്റെയും കേരള കോൺഗ്രസിൻ്റെ വോട്ട് കൊണ്ടുപോകാൻ പ്രയാസമായിരിക്കും. പക്ഷേ അതേസമയം പരമ്പരാഗത കോൺഗ്രസിൻ്റെ വോട്ടുകൾ, പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ, തെക്കൻ തിരുവിതാംകൂറിൽ പല സീറ്റുകളിലും BJPക്ക് ശക്തമായ വേരോട്ടമുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് കോൺഗ്രസിൻ്റെ തലവേദന ഉണ്ടാക്കും. മറ്റൊരു രാഷ്ട്രീയം കേൾക്കുന്നത് CPM-ഉം ഈ കേസും പ്രശ്നങ്ങളൊക്കെ കിടക്കുന്നത് കൊണ്ട് CPM-ഉം BJP-യുമായി ചില അന്തർധാരകളുണ്ടായി. ചിലപ്പോൾ അത് 4-5 സീറ്റ് BJPക്ക് കൊടുത്തുകൊണ്ട് വീണ്ടും CPM തന്നെ വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. പക്ഷേ വേറൊരു അനാലിസിസ് കിടക്കുന്നത് നാഷണൽ ലെവലിൽ കോൺഗ്രസിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് BJP-യുടെ അജണ്ട. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ്സിന് ഒരു സഹായകമാകുന്ന നിലപാട് ഒരിക്കലും
CPM-നെ തകർത്തുകൊണ്ട് BJP എടുക്കുമോ എന്ന് നമുക്കറിയില്ല. അങ്ങനെ തിരിച്ച് ചിന്തിക്കുമ്പോൾ സംഘാംഗങ്ങളുടെയും അല്ലെങ്കിൽ RSS-ൻ്റെയൊക്കെ പാരമ്പര്യ വൈരികളായ CPM-ന്, കാരണം ധാരാളം ബലിദാനികളെയും രക്തസാക്ഷികളെയൊക്കെ പരസ്പരം ഉണ്ടാക്കിയിട്ടുള്ള പാർട്ടികളാണ്. അങ്ങനെ വരുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സഹായിക്കാൻ BJP ഇറങ്ങിപ്പുറപ്പെടുന്നത് എത്ര കണ്ട് RSS പൊറുക്കും എന്ന് നമുക്കറിയില്ല. അപ്പോൾ വളരെ സങ്കീർണമായ ഒരു തിരഞ്ഞെടുപ്പാണ് ഉണ്ടാവുക. കോൺഗ്രസിനെ സഹായിച്ചുകൊണ്ട് കോൺഗ്രസും BJP-യും തമ്മിൽ അലയൻസ് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. കാരണം കോൺഗ്രസ് നാഷണൽ ലെവലിൽ BJP-യുമായി എതിർപക്ഷം നിൽക്കുന്നതാണ്. അപ്പോൾ കോൺഗ്രസും BJP-യുമായി അന്തർധാര ഉണ്ടാകാതിരുന്നാൽ, കോൺഗ്രസിലെ വോട്ടുകൾ ധാരാളമായി BJP-ക്കാർ പിടിച്ചാൽ CPM വരാൻ സാധ്യതയുണ്ട്. CPM-ഉം BJP-യുമായി ധാരണയിലെത്തിയാലും CPM വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതെല്ലാം അട്ടിമറിച്ചുകൊണ്ട് കോൺഗ്രസ് വരാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല. UDF വരാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. കാരണം ലീഗ് അവരുടെ കോട്ട ചിലപ്പോൾ നിലനിർത്തിയേക്കാം, പുതിയ വോട്ടുകൾ അവർ പിടിച്ചേക്കാം. കേരള കോൺഗ്രസ് അവർ തീർച്ചയായിട്ടും അവരും വോട്ടുകൾ പിടിച്ചേക്കാം. പിന്നെ കഴിഞ്ഞ പിണറായി വിജയൻ്റെ തെരഞ്ഞെടുപ്പിനേക്കാൾ അത്ര ഒരു അപ്പർ ഹാൻഡ് ഭരണകക്ഷിക്ക് ഇപ്പോൾ ഇല്ല. കാരണം പല കാരണങ്ങളാൽ, ആദിവാസികളുടെ പ്രശ്നങ്ങളാകട്ടെ, പല കാരണങ്ങളെ, പ്രോജക്റ്റുകൾ പറയുന്നതെല്ലാം നടപ്പിലാക്കിയെടുക്കാൻ കഴിയാത്തതിൻ്റെ പ്രശ്നങ്ങൾ, ഭരണപരമായ പ്രശ്നങ്ങൾ, ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കാനുള്ള പ്രശ്നങ്ങൾ, ശമ്പള പരിഷ്കരണമില്ല എന്ന് പറയുന്നു, ശമ്പളം കൊടുക്കാം, ശമ്പള പരിഷ്കരണമില്ല എന്ന് പറയുന്നു. പക്ഷേ അതൊക്കെ എങ്ങനെ പൊളിറ്റിക്കലായിട്ട് തിരിച്ചടി ഉണ്ടാകുമെന്ന് നമുക്കറിയില്ല. ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ അംഗൻവാടികളുടെയും ആശാ വർക്കേഴ്സിൻ്റെയും സമരം ശക്തമായിട്ടുണ്ട്. അങ്ങനെ തീർച്ചയായിട്ടും ഒരുപാട് ആൻറ്റി ഇൻകംബൻസ്, രാഷ്ട്രീയമായ ഒരുപാട് തിരിച്ചടികൾ ഉണ്ടാകാനുള്ള ഒരു തിരഞ്ഞെടുപ്പായി മാറിയാൽ അത് CPM-ന് വലിയ ദുരന്തമുണ്ടാക്കും. അപ്പോൾ എന്തായാലും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് അങ്ങനെ നിൽക്കട്ടെ. അതിന് മുന്നോടിയാണ് നമ്മുടെ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ്. തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ് കുറച്ചുകൂടി വ്യത്യസ്തമാണ്. അവിടെ എല്ലാ കാലത്തും ഇടതുപക്ഷ മുന്നണിക്കാണ് ഒരു അപ്പർ ഹാൻഡ് കിട്ടാത്തത്. കാരണം താഴെ തലത്തിലുള്ള സംഘടനാ ബലം, അവരുടെ ഒരു ആൾബലമൊക്കെ താഴെ തലങ്ങളിൽ കൂടുതൽ അവർക്കാണുള്ളത്. എന്നാലും തിരുവനന്തപുരം നഗരസഭ കഴിഞ്ഞതിൻ്റെ മുമ്പ് പ്രാവശ്യം നെക്ക് ടു നെക്കായി, കഴിഞ്ഞ പ്രാവശ്യം കുറച്ചൊരു സേഫ് സോണിലേക്ക് LDF പോയിട്ടുണ്ടെങ്കിലും രാജീവ് ചന്ദ്രശേഖരൻ്റെ വരവും തിരുവനന്തപുരം നഗരസഭയിൽ V. മുരളീധരനെ പോലെയുള്ള ആളുകളെ മേയർ സ്ഥാനാർത്ഥിയായി ലോഞ്ച് ചെയ്യാനുള്ള, കാരണം ഇനി അടുത്തത് പുരുഷനാണ്, വനിത കഴിഞ്ഞല്ലോ, പുരുഷനാണ് വരാൻ സാധ്യതയുള്ളത്. V. മുരളീധരനെ പോലെയുള്ള ആളുകളെ ലോഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ടോ? അങ്ങനെ വലിയ സാധ്യതകൾ തിരുവനന്തപുരം നഗരസഭ പിടിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. തൃശ്ശൂർ നഗരസഭ പിടിക്കുന്നതിനെക്കുറിച്ച് വലിയ തോതിൽ BJP പദ്ധതികൾ തയ്യാറാക്കുന്നു. സുരേഷ് ഗോപിയുടെ ഒരു സാന്നിധ്യം. അതുപോലെ തന്നെ ആലപ്പുഴ അവർക്കൊരു സാധ്യതയുള്ള പ്രദേശമാണ്. കൊല്ലം അവർ കണ്ണുവച്ചിരിക്കുന്ന ഒരു പ്രദേശമാണ്. ഇങ്ങനെ 3-4 കോർപ്പറേഷനുകൾ, നഗരസഭകൾ അവർ കണ്ണുവച്ചിട്ടുണ്ട്. 400ഓളം പഞ്ചായത്തുകൾ BJP കണ്ണുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് BJP കണ്ണുവച്ചിരിക്കുകയാണ്. പക്ഷേ CPM-ഉം കോൺഗ്രസും ബലാബലം മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ്. അപ്പോൾ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പും ഒരു സെമി ഫൈനലാണെന്ന് പറയാം. ഇപ്പോഴത്തെ ഒരു ക്വാർട്ടർ ഫൈനലാണെന്ന് പറയാം. നമുക്ക് സെമി ഫൈനൽ എന്ന് പറയാൻ കഴിയില്ല. നിലമ്പൂരിൻ്റെ ഒരു ക്വാർട്ടർ ഫൈനലാണ്. അത് കഴിഞ്ഞൊരു സെമി ഫൈനലുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഫൈനലിലേക്ക് പോകേണ്ടി വരും. എന്തായാലും ഈ വരുന്ന വർഷവും അടുത്ത വർഷം പകുതി വരെയും തിരഞ്ഞെടുപ്പുകളുടെ ഒരു വർഷമാണ് വരുന്നത്. നമുക്ക് കാര്യങ്ങൾ കാത്തിരുന്ന് കാണാം. ഏത് മുന്നണി വരുമോ, നാമമാത്രമായ വോട്ടിനാണോ വരുന്നത്, അതോ അബ്സല്യൂട്ടായിട്ടുള്ള ഒരു ഭൂരിപക്ഷമായിരിക്കുമോ, അതോ മെജോറിറ്റി വരുന്ന വൻപിച്ച ഭൂരിപക്ഷത്തിൽ മുന്നണികൾ വരുമോ എന്നുള്ളത് കാത്തിരുന്നു കാണാം.